അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിലെ പവിത്രമായ ദിനരാത്രങ്ങൾ അതിവേഗം നമ്മിൽ നിന്ന് ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവശേഷിക്കുന്ന രാവുകളിൽ ഒരു നിമിഷം നിശബ്ദമായി നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഹൃദയം അവസാനമായി എപ്പോൾ സത്യസന്ധമായി കരഞ്ഞു? നമ്മുടെ കണ്ണുകൾ അവസാനമായി എപ്പോൾ അള്ളാഹുവിന് വേണ്ടി നനഞ്ഞു? ലോകം നമ്മെ തിരക്കിലാക്കി. സോഷ്യൽ മീഡിയ നമ്മുടെ സമയം കവർന്നെടുത്തുകൊണ്ടേയിരിക്കുന്നു. പാപം നമ്മെ പതിയെ പതിയെ പരിചിതമാക്കി. പക്ഷേ മരണം ഇന്നും പരിചയമില്ലാത്ത അതിഥിയാണ്. അത് അറിയിച്ചിട്ടല്ല വരുന്നത്. റമദാൻ മാപ്പിൻ്റെ വാതിൽ മലർക്കെ തുറക്കുന്ന മാസമാണെന്ന് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാനിൽ വിശ്വാസത്തോടും പ്രതിഫലം പ്രതീക്ഷിച്ചും നോമ്പ് നോറ്റവനെ മുൻകഴിഞ്ഞ പാപങ്ങൾ മാപ്പാക്കപ്പെടും. ചിന്തിച്ചിട്ടുണ്ടോന്നോ? പാപങ്ങൾ കരിക്കപ്പെടുന്ന ഈ പവിത്ര മാസത്തിൽ സത്യസന്ധമായ ഹൃദയത്തോടെ ഒരിറ്റു കണ്ണുനീർ പൊഴിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിലൂടെ വർഷങ്ങളായ പാപങ്ങൾ കഴുകി നീങ്ങാം. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമസ്കാരം ഉപേക്ഷിച്ച ദിവസങ്ങൾ, കള്ളം പറഞ്ഞ നിമിഷങ്ങൾ, മറ്റുള്ളവരുടെ ഹൃദയം വേദനിപ്പിച്ച വാക്കുകൾ, മാതാവിൻ്റെ കണ്ണുനീർ, പിതാവിൻ്റെ കോപം, ഇതെല്ലാം നമ്മൾ മറന്നേക്കാം. പക്ഷേ അള്ളാഹു മറന്നിട്ടില്ല. എങ്കിലും അവൻ പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വന്തം ആത്മാവിനോട് അതിക്രമം ചെയ്തവരെ, അള്ളാഹുവിൻ്റെ കരുണയിൽ നിങ്ങൾ നിരാശരാകരുത്. ഇതൊരു ശാസനയല്ല, ഇതൊരു വിളിയാണ്. ഒരു സ്നേഹപൂർവമായ ക്ഷണം, പുനരാലോചനയ്ക്കുള്ള ആഹ്വാനം. തൗബ എന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് താളത്തിൽ ആവർത്തിച്ച് മൊഴിയുന്നതല്ല. തൗബ എന്നത് ഹൃദയം പൊട്ടിയുള്ള തേങ്ങലാണ്. യാ അല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കലാണ്. നമ്മൾ മനുഷ്യരാണ്. പാപം സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ പാപത്തിൽ തുടരുക അത് അപകടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവൻ വിജയിച്ചിരിക്കുന്നു. നമ്മുടെ വിജയം എന്നാൽ എന്താണ്? ഒരു ജോലി, ഒരു വീട്, ഒരു ബിസിനസ്, അവയെല്ലാം ഇവിടെ തന്നെ നിൽക്കും. ഖബറിലേക്ക് നമ്മോടൊപ്പം പോകുന്നത് നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്. പാപങ്ങൾ അതിന് തടസ്സമാകുമ്പോൾ പശ്ചാത്താപം കൊണ്ട് ആ തടസ്സം നീക്കുക. ഹൃദയത്തിൻ്റെ സത്യസന്ധതയാണ് കാര്യം. ഇന്ന് നാം പരീക്ഷണങ്ങളുടെ നടുവിലാണ്. വിരൽ തൊട്ടാൽ പാപങ്ങളിലേക്ക് തുറക്കുന്ന സ്ക്രീൻ, നോക്കിയാൽ ഹൃദയം കറുപ്പാകുന്ന ദൃശ്യങ്ങൾ, ഒരൊറ്റ സന്ദേശം കൊണ്ട് ബന്ധങ്ങൾ തകരുന്ന കാലം. ഇവിടെ നിന്നാണ് തൗബ ആരംഭിക്കേണ്ടത്. ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഈ റമദാൻ എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവാകട്ടെ. ഒരുപക്ഷെ ഇത് അവസാന റമദാൻ ആവാം. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർ ഇന്ന് ഖബറിലാണ്. അടുത്ത റമദാൻ നമുക്ക് ലഭിക്കുമോ? യാതൊരു ഉറപ്പുമില്ല. അതിനാൽ ഇന്നത്തെ രാത്രി തന്നെ 2 റക്അത്ത് നമസ്കരിച്ച് കൈ ഉയർത്തി കരുണാനിധിയായ നാഥനോട് കേണപേക്ഷിക്കുക. യാ റബ്ബി, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് പൊറുക്കേണമേ. തീർച്ചയായും അവൻ പുറത്തു തരിക തന്നെ ചെയ്യും. വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്. അള്ളാഹു അല്ലാതെ മറ്റാരാണ് നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരുവാനുള്ളത് എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ടല്ലോ.
അത്താഇബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയവൻ ഒരു പാപവും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വാക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് നിരാശ വെടിഞ്ഞ് തികഞ്ഞ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പ്രപഞ്ചനാഥനിലേക്ക് മടങ്ങി നമുക്ക് പരലോക വിജയം നേടാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.